തന്നെ പോവാണ് ചെയ്യല്ലേ. അതെ, നമ്മുടെ കൂടെ നിസാൻ പെട്രോൾ ഉണ്ട് കേട്ടോ. 22M9635 നിസാൻ പെട്രോളും നമ്മുടെ മഹീന്ദ്ര താറും എങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മളിതാ കയറി പോവാണ് കേട്ടോ. നമ്മളിതുവരെ കയറി വരാത്തൊരു റൂട്ടാണ് കേട്ടോ അത്. ബത്തേരിന്ന് പുൽപ്പള്ളി റോഡ്. ഇതിലിടയ്ക്ക് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട് പുലി ഇറങ്ങിയെന്നും കടുവണ്ടെന്നും ആന ക്രോസ് ചെയ്യുന്നു, ആനനെ കണ്ടു എന്നും ആന ആക്രമിച്ചു എന്നൊക്കെ. പക്ഷേ ഈ റൂട്ട് ഇടയ്ക്കൊന്ന് പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകുന്നത് നല്ലതാണ്. നല്ല രസകരമായ ഒരു റൂട്ടാണ്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സൈഡിലൊക്കെ ഈ ഒരു മരങ്ങളൊക്കെ ഒരു സ്പെഷ്യൽ തന്നെയാണ്, ഒരു സ്പെഷ്യൽ കളറുണ്ട് മരത്തിനൊക്കെ. അപ്പോൾ ജസ്റ്റ് ബത്തേരി വരുന്നവരൊക്കെ ഒന്ന് ഈ റൂട്ടിൽ കുറച്ച് കയറി സഞ്ചരിക്കാം. ഇത്രയും നീളത്ത് കണ്ടില്ലേ റോഡ്. ബത്തേരി റൂട്ടിൽ നിന്ന് ബത്തേരി മുത്തങ്ങ വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ഹമ്പുകളുണ്ട് നമുക്ക്, അതൊന്നും ഇല്ലാതെ. പക്ഷെ ഇവിടെ ഇറങ്ങിയിട്ടില്ല, കാടാണോ നാടാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആളുകളെ തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ട് KMS എന്ന്, എങ്ങനെയുള്ള എന്താ സംഭവം, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ. ബീഫ് എന്ന് വെച്ചാൽ അടിപൊളി ബീഫും കപ്പയാണ് തോന്നുന്നത് ഫേവറേറ്റ്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരനാണ്. ഓക്കെ, എന്താ ഇവിടെ സ്പെഷ്യൽ ഉള്ളത്? ബീഫ് തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് പൊറോട്ട ഉണ്ട്, ചോറുണ്ട്, കപ്പ ഉണ്ട്. ഏതായാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാ കാര്യങ്ങൾ. ഓക്കെ, അടിപൊളി, ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ കപ്പ അടിപൊളി, കപ്പയും ബീഫും നല്ല കൊമ്പി കിട്ടുവാണ്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ റാഷിദ് അമീൻ. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളതേ വയനാട്ടിലാണ്. ബത്തേരിന്ന് പുൽപ്പള്ളി റൂട്ടിൽ 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ KMS ഹൗസ്, മജീക്കാൻ്റെ ബീഫ് കട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. മജീക്ക അതെന്താ സാധനം? മീൻകറി, മീൻചാറല്ലേ? അതെ, നമ്മളിതാ മജീക്കാൻ്റെ എടുത്ത എത്തിയ മജീക്കായും ഇവിടെ ബീഫും ഇവിടെ മല്ലിക വലിയൊരു ചട്ടിനെന്താ പറയുക മജീക്ക? ഈ ചട്ടിക്ക് ഉരുളിയിലാണ് പാചകം ചെയ്യുന്നത്. നമുക്കൊരു വെറൈറ്റി ആണ് കേട്ടോ, ഒരുമിച്ചാണ് പാചകം ചെയ്യുന്നത്. മജീക്ക ഇതിലെന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ പല മസാല, നമ്മളെ സ്വന്തം മസാല ഉണ്ട്. മസാല ഉണ്ട്, കുരുമുളക് ഉണ്ട്, കുരുമുളക് എല്ലാ സാധനം ഉണ്ട്. മനുഷ്യന് ശരീരത്തിന് പറ്റുന്ന എല്ലാ സാധനം ഉണ്ട്. കോലുകളെല്ലാം ഉണ്ട്, കണ്ടില്ലേ? കോല് ഇത് ഇങ്ങനെയല്ല, ഒന്നും കൂടി ട്രൈ ആവും സാധനം. ട്രൈ ആയിട്ട് അപ്പോൾ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിൽ നിന്ന് ട്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്, ഇറക്കൂല അടുക്കുന്നത്. ഇങ്ങനെ തന്നെ പോവുകയാണ് ചെയ്യല്ലേ. ഇതൊരു സംഭവം തന്നെ കേട്ടോ. ഇതാ ഈ കാണുന്ന ഈ വെളുത്തുള്ളി എല്ലാം ഇതിൽ പേസ്റ്റ് ആവും. ചൂടും വേവാനുണ്ട് സാധനം, ഫുള്ള് വേവായിട്ടില്ല ശരിക്കും. വെന്തിട്ടുണ്ട്, പക്ഷെ മസാല എല്ലാം ശരിക്കും ഒന്നും കൂടി പിടിക്കാനുണ്ട് അല്ലേ? എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ബീഫ്? പൊളിയാ, നല്ല വലിക്കുണ്ടല്ലോ, നല്ല എരിവുണ്ട്, അണ്ണൊന്നും മൂക്കൊന്നും വെള്ളം വരും. അപ്പേ ഇവിടെ അതാ ബീഫിൻ്റെ ഒപ്പരം തന്നെ ബോട്ടി. ഇവിടെ സ്ഥിരമായിട്ട് ബോട്ടി ഉണ്ടാവല്ലോ അജീക? സ്ഥിരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാ ചേച്ചി ഇതാ ബോട്ടി, അതും വേറൊരു ഉരുളിയാണ്. ഇതാ പേക്കാവുക. ഇതൊരു 3-4 മണിക്കൂർ 3-4 മണിക്കൂർ അടുപ്പത്ത് തന്നെ കിടക്കും. വേവണം ശരിക്കും. ബീഫ് പോലല്ല, ബീഫ് 1.5 മണിക്കൂർ വെന്താൽ മതി. ഇത് 4 മണിക്കൂർ വേണം. 4 മണിക്കൂർ വേവണം പോലും. അപ്പോൾ അതാ ഒരു ചെറിയ ചെമ്പു. രാവിലെ ആയതുകൊണ്ടേ എല്ലാവരും ഫുള്ള് തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ പാർസലിൻ്റെ ഓർഡറിൻ്റെ ഫോൺ വരുന്നുണ്ട്. മൊത്തത്തിൽ തിരക്കാണ്.
നല്ല അടിപൊളി ബീഫേനി. ഇത്തിരി എരുണ്ടെങ്കിലും സാധനം സെറ്റായി. കാണുന്നുണ്ട് പോലീസ് മാറും. കൊടുത്ത പൈസക്കുള്ളത് ആരുണ്ട് ഉള്ളവരല്ല. നമ്മൾ ഫറ കോളേജ് സ്റ്റുഡൻസ് അവിടെ വീട് അവിടെയാണ്, ഫറ കോളേജിലാണ്. ഇത്തിരി മഞ്ഞ കളർ കൊടുത്തോണ്ടേ നല്ല സ്റ്റൈലായിട്ടുണ്ട് കപ്പ. എങ്ങനെയുണ്ട്? എരുണ്ടോ? വെളിയേരുവോ? നല്ല എരിവാ. വലിച്ച് കിട്ടുകയല്ലേ. ഇഞ്ചിയാണിത്. ഇത് നല്ല പച്ചമുളക് അതിങ്ങനെ നെരിച്ചിട്ടാണല്ലേ. ഇതാണ് കേട്ടോ പൂളം. പൂളം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി മഞ്ഞപ്പൊടി ഉള്ളതാ. ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ട്. അതിനെ കൊണ്ടൊരു നമുക്ക് ലൈറ്റായിട്ടൊരു ചെറിയൊരു കളറിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒക്കെ നാച്ചുറൽ ഫുഡാണ് ഇവിടെ. പൊറാട്ട അടിച്ച് കൊല്ലുക കേട്ടോ അവിടെ. നിങ്ങളെ വേണ്ട ഫിറോസ് മജീക്കാന്റെ മകനാണ് പോലും. അപ്പൊ അവിടെ ഉമ്മാണുള്ളത്. ഇതൊരു ഫാമിലി ഗസ്റ്റ് ഹൗസ് ആണ്. മജീക്ക അതിലെന്തൊക്കെ ഇട്ടപ്പോ? ചെറിയ ജീരകവും വലിയ ജീരകവും ഉലുവയും ഇപ്പൊ ഇട്ടിട്ടുള്ളൂ നമ്മളെ ബോട്ടിയിലേക്കുള്ളത്. എങ്ങനെയുണ്ട് ഈ ഒരു ബീഫ്? അടിപൊളിയാ, രക്ഷയില്ല. അപ്പേ നമ്മളെ കപ്പയും അതേപോലെ ബീഫും വന്നിരിക്കുകയാണ്. മജീക്കായി എന്നാണ് കൊണ്ടു തന്നത്. ആണ് ഇതിൻ്റെ കാര്യം നോക്കുക. ഒടുക്കത്തെ മസാല ആണ് കേട്ടോ. നല്ലോണം മസാല ഉണ്ട് സാധനം. കുരുമുളകിൻ്റെ ഒരു എക്സ്പ്രഷന്, പിന്നെ നമ്മളെവിടെയും കാണാത്ത ഒരു വെറൈറ്റി മസാലേൻ്റെ ഒരു ഫീലുണ്ട്. നാട്ടിലൊന്നും കിട്ടാത്തൊരു സാധനം. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും മജീക്കക്ക്, ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിലൊരു സ്പെഷ്യൽ മസാല ഉണ്ട് സംഭവം. വയനാടിൻ്റെ സ്പെഷ്യലായിരിക്കും. എന്തായാലും മജീക്ക അത് പറഞ്ഞു തന്നിട്ടില്ല സാധനം എന്താണെന്നുള്ളത്. ഒടുക്കത്തരുവ. മീൻചാറ് ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ശരിക്കും പൂളൊക്കെ മീൻചാറും പൂളയാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ. നല്ല കൊട്ടമ്പുള്ളി നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനമാണ്. വയനാട് വരികയാണെങ്കിൽ എന്തായാലും ആരും മറക്കാൻ പറ്റാത്തൊരു സ്പോട്ടാണ് KM. ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പുകയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതാ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പൊളി സാധനം. ബീഫ് കുറച്ചുകൂടി വേണ്ട. ഞങ്ങൾ വന്ന സമയത്ത് ബീഫ് സെറ്റായിട്ടില്ല. അവിടെ ബീഫ് അടുപ്പത്ത് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കൂടെ ഇപ്പം ബോട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പേ അവിടെ ചായ വന്നതാണ്. ചായയും നല്ല എരിവാണ്. ശരിക്കും പൊന്നിച്ച വർക്കുണ്ട് കേട്ടോ. കണ്ണിൽ കോക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടോ ബീഫ് കഴിച്ചിട്ട് ഇങ്ങനെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നത്. ഇതാ നമ്മുടെ മജീക്കാൻ്റെ പൊറാട്ട വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിച്ച പൊറാട്ടാണ്. ആദ്യം ബീഫും പൊറാട്ടയാണ്. കപ്പ ഒരു പ്ലേറ്റ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടോ.
ഒരു അടാറ് സാധനമായിരുന്നു. നല്ല ഞെരിപിരിവ് കൊള്ളുന്ന പൊറോട്ടയാണ്. മീൻചാറും പൊറോട്ടയും. നെക്സ്റ്റ് അതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പേ എന്തോ കാണും KMS മജീക്കാൻ്റെ കടയിലെ വിശേഷങ്ങൾ. ഇവിടെ മെയിനായിട്ട് കുരുമുളകാണ് ഈ ഒരു ബീഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ പൊറോട്ട തിന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും വയനാട് വരുന്നൊരു KMS 6 മൈൽ മജീക്കാൻ്റെ കടയിൽ തീർച്ചയായിട്ടും വരിക. ഓക്കെ. അപ്പേ നമ്മൾ ഭക്ഷണം കഴിച്ച് വന്നപ്പോഴേക്ക് ഇവിടെ ബോട്ടിൻ്റെ മുകളിലേക്ക് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് മസാല. ഇതിൽ ഫുള്ള് മസാല ആയോ? എങ്ങനെ ലാസ്റ്റ് ടൈമിലേ ഉണ്ടാവും. ക്യാമറയിൽ വരൂല. മജീഖാൻ്റെ മോനാണ്. മജീഖാൻ്റെ മോൻ പറയുന്നത് ലാസ്റ്റ് ടൈമിലൊരു മസാല വരാനുണ്ടെന്നാണ്. അപ്പേ ഇതാണ് നെക്സ്റ്റ് മേസ്തിരിയായിട്ട് വരാനുള്ള ആൾ കേട്ടോ. മജീഖാൻ്റെ പേരക്കുട്ടിയാണ്. ഇങ്ങോട്ട് നോക്കടാ. എൻ്റെ പേരെന്താ? മുഹമ്മദ് ഷാനു. ഷഹമി. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ലാണല്ലേ. എനിക്ക് ബീഫ് ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ല. ഏട്ടൻ്റെ പേരെന്താ? CP ബാലൻ. അപ്പോൾ ബാലേട്ടനാണ് നമ്മുടെ പിന്നെ ബോട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാല ഒക്കെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഒരു വേവ് കഴിഞ്ഞ് അതിന് ശേഷം ഇതാ നന്നായി ഇളക്കി മറക്കുകയാണ്. നിങ്ങൾ എത്ര കാലമായി ബാലേട്ടാ ഇവിടെ? 10 വർഷമായില്ല ഇവിടെ? ബാലേട്ടൻ ചെറുപ്പം മുതലേ വിരപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഏട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? അടിപൊളി. നിങ്ങൾ സ്ഥിരം കഴിക്കുന്നവരാ? ഇവിടെ ഉള്ള ആളുകളാ? ബത്തേരി. കഴിക്കാൻ വേണ്ടി വന്നാണോ? ഓക്കെ. മജീഖാൻ്റെ കിച്ചണാണ് കേട്ടോ. ഇവിടെ അതാ ഇഞ്ചിയൊക്കെ ഒന്നായിട്ട് കൂട്ടിയിട്ടതാ. ഈ ബോട്ടിൽ തിന്നാനേ ഇപ്പം നടക്കൂല. ഞങ്ങൾ പോയിട്ട് പിന്നൊരു ദിവസം വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് വൈകുന്നേരത്തെ കാണോ പാലേട്ടാകുക ബോട്ടി? അതിനെന്താണ് പൊറാട്ടന്നാ വൈകുന്നേരം? ബോട്ടിയും പൊറോട്ടേ? പത്തിരിയോ? എന്ത് പത്തിരിയാ? നൈസ് പത്തിരിയാ? നെയ് പത്തല്? നെയ് പത്തിരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പേ എങ്ങനെയുണ്ട് നമ്മളെ മജീഖാൻ്റെ ബീഫ്? നൈസാണ്. നിങ്ങൾ എവിടുന്നാ? തലശ്ശേരിന്ന് ബീഫ് കഴിക്കാൻ വേണ്ടി വരിക? എല്ലാവരും ഉണ്ട്. സാധനം റെഡിയായോ? 6 പൊറോട്ട, 7 പൊറോട്ട, 3 ബീഫ്, ഒരു കപ്പ, പിന്നെ ഒരു കട്ടൻ ചായ. ഒരു കട്ടൻ ചായ. ടോട്ടൽ എത്രയായി? 464. ഓക്കെ ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതേ 100 വർഷത്തിലധികം പഴക്കമുള്ളൊരു പുൽവീടിനെ കുറിച്ചാട്ടോ. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.